ഇവിടെ ഒരു മുത്തശ്ശൻ കടയിൽ വിൽക്കാനായിട്ട് ഒരു സൂപ്പ് ഉണ്ടാക്കി അത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ അത് അത്രക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഇല്ലായിരുന്നു. ആ ഒരു സമയത്ത് ഇവര് വളർത്തിക്കൊണ്ടിരിക്കുന്ന നായ അടുത്തുണ്ടായിരുന്ന ഒരു കോള ആ ഒരു സൂപ്പിലേക്ക് തട്ടിവിടാണ്. കോള ഭയങ്കരമായിട്ട് ഗ്യാസ് ഉള്ളതുകൊണ്ട് തന്നെ ആ സൂപ്പ് ഭയങ്കരമായിട്ട് പതഞ്ഞ് പൊന്തി വരാണ്. ഇപ്പൊ അതിൽ നിന്ന് കുറച്ച് മാത്രം ആ ഒരു മുത്തശ്ശൻ ഒരു ബൗളിൽ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. നോക്കിയാൽ അത്ഭുതം എന്ന് പറയട്ടെ, ആ ഒരു സൂപ്പ് അത്രക്കും ടേസ്റ്റി ആയിരുന്നു. അടുത്തുണ്ടായിരുന്ന എല്ലാവർക്കും ആ ഒരു മുത്തശ്ശൻ ആ സൂപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫോർമുല പറഞ്ഞു തന്ന ആ ഒരു നായയെ അവര് പിന്നീട് പൊന്നു പോലെ നോക്കാണ്. അതിന് കൊക്കുന്ന പേരും വെക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു റെസ്റ്റോറന്റിലാണെന്ന് വെച്ചാൽ ഈ ഒരു സൂപ്പ് തന്നെയാണ് അവർ ഉണ്ടാക്കി വരുന്നത്. ആരും അറിയാതെ ഈ ഒരു കോള ആഡ് ചെയ്ത് അവരുടെ സൂപ്പിന്റെ ടേസ്റ്റ് അവർ കൂട്ടുന്നുണ്ട്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം നായപ്പിടുത്തക്കാരൻ നമ്മുടെ കോക്കിനെ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇതറിഞ്ഞ ആ ഒരു വീട്ടുകാരെല്ലാവരും ഒരുപാട് സങ്കടപ്പെട്ട് കോക്കിനെ കണ്ടുപിടിക്കാനായി പോസ്റ്റർ എല്ലാം ഒട്ടിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെയാണ് ഈ ഒരു നായപ്പിടുത്തക്കാരൻ കോക്കിനെയും ഒരു കൂട്ടിൽ അടച്ചുകൊണ്ട് പോകുന്നത് കാണുന്നത്. ഇവരും കോക്കിനെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ച് അവസാനം കോക്കിനെ റിലീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷെ നേരെ കോക്ക് എവിടേക്കാണ് ഓടിപ്പോകുന്നതെന്ന് വെച്ചാല് ഇവനെ പോലത്തെ ഒരുപാട് നായക്കുട്ടിയാണ് ഈ ഒരു നായപ്പിടുത്തക്കാരെ അടച്ചു പൂട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ഥലം ഓർമ്മ വെച്ച് അവിടേക്കാണ് പോയത്. എന്നിട്ട് ഇവനെ പോലെ അടച്ചിട്ടിരിക്കുന്ന എല്ലാ നായകളെയും ആ ഒരു കോക്ക് രക്ഷപ്പെടുത്തി അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾക്ക് ഡോഗ്സിന് ഇഷ്ടമാണെന്ന് വെച്ചാൽ ഐ ലവ് ഡോഗ്സ് എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ.